കൊച്ചിയിൽ ഇന്നലെ ഒരു കുട്ടിയെ കാണാതാകുന്നു. മണിക്കൂറുകൾ നീണ്ട പരിഭ്രാന്തികൾക്കൊടുവിൽ രാത്രിയോടുകൂടി ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ആ സ്ഥലത്താണ്. നമ്മോടൊപ്പം ആ പെൺകുട്ടിയെ കണ്ടെത്തിയ ജോർജ് കൂടി ചേരുകയാണ്. ഏറെക്കുറെ ഒരു 11:30 മണിയോടുകൂടിയാണ് ആ കുട്ടിയെ കണ്ടെത്തുന്നതല്ലേ? അപ്പോൾ ജോർജ് എവിടെ നിന്നായിരുന്നു വരുന്നത്? ഞാൻ എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോയ സമയമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഈ ടേണ പോയിന്റ് തിരിഞ്ഞ് ഒരു 100 മീറ്റർ മുമ്പ് ഒരു കുട്ടി സൈക്കിളോട്ടി പോകുന്നതായിട്ട് കണ്ടത്. നിങ്ങളുടെ വാർത്ത പ്രകാരം എൻ്റെ വീട്ടിൽ തന്നെ വിളിച്ചു പറഞ്ഞ ഒരു കുട്ടിയെ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് ചാനലൊക്കെ എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി, വാർത്തയൊക്കെ നോക്കി ഇങ്ങോട്ട് തിരിച്ചു വരുന്നു. ഒരു 11 മണിക്ക് ശേഷം ഒരു കുട്ടി ഒരിക്കലും സൈക്കിളോട്ടി ഒറ്റയ്ക്ക് പോകില്ലല്ലോ, അത് സ്കൂൾ യൂണിഫോമിൽ. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ബൈക്ക് വളച്ചപ്പോഴത്തേക്ക് കുട്ടി ഏകദേശം പാലം കയറിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. എന്നിട്ട് കുട്ടി അവിടെ പോയി ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടിച്ചൊന്ന് തടുത്ത് നിർത്തി. അത് ചോദിച്ചു എവിടെ പഠിക്കാമെന്ന് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു ഇളമക്കൽ സ്കൂളിൽ പഠിക്കാമെന്ന് പറഞ്ഞു. എവിടെ പോയി മോളെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നായരമ്പലം വരെ പോയിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അറിയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു മോൾക്ക് അറിയേണ്ട, പേടിക്കേണ്ട, ചേട്ടനുണ്ടെന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി കൂളാക്കി ആളെ അവിടെ കൂളാക്കി നിർത്തി. വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് എല്ലാം കോംപ്രമൈസ് ആക്കാൻ പറഞ്ഞ് എല്ലാം റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. അത് മോളോട് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു. അപ്രകാരം അവർ വന്നു. എന്നിട്ട് ഇവിടുന്ന് ആ സാറന്മാർ ഹാൻഡ് ഓവർ ചെയ്തു ഫാമിലി. ജോർജിന്റെ മനസ്സിൽ ഓൾറെഡി ഒരു ചിത്രമുണ്ട്, കുട്ടിയെ മിസ്സിംഗ് ആണെന്നുള്ള വാർത്തകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരച്ചിൽ നടക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ട്. ബൈക്കിൽ പോകുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ഇത് കാണുമ്പോൾ ആ മൈൻഡിൽ ആ പെട്ടെന്ന് ആ ചിത്രം തെളിയും. അതെ, മൈൻഡിൽ അതൊരു കുട്ടി ഈ സമയത്ത് സൈക്കിളോട്ടി പോകുമ്പോൾ പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. അത് തൊട്ടുമ്പോൾ എൻ്റെ അമ്മ കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി അത് സ്ട്രൈക്ക് ചെയ്തു. ശരിക്കും നേരെ മുന്നിൽ വന്ന് കാണുകയായിരുന്നു, അതല്ല പോയി കഴിഞ്ഞ് തിരിക്കുമായിരുന്നു? ഞാൻ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നതാണ്. ആ കുട്ടി സൈക്കിൾ ഓടി ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ പെട്ടെന്ന് അവിടെ വണ്ടി തിരിച്ചിങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്ക് പൊട്ടി ഇവിടെ എത്തി. പണ്ട് പുള്ളിക്കാരത്തിനെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അവിടെ തടച്ചു നിർത്തി, സൈക്കിളോടെ പിടിച്ചു വെച്ച് വയ്യ. നമ്മൾ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ പെട്ടെന്ന് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു ഒരു ഒരു സന്തോഷമുണ്ട്. ഇപ്പോൾ ആ സന്തോഷമുണ്ട്, അതായത് സന്തോഷമുണ്ട്. അതായത് ആ ഫാമിലി, ആ കുട്ടിയെ കാണാത്ത ആ കാരണന്മാരുടെ വിഷമം, അത് ഭയങ്കര വിഷമമുള്ളത്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് തന്നെ. കുട്ടി ആ കാണുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഇതൊരു പാലമാണ്, ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുമായിരുന്നു, അതല്ല സഞ്ചരിക്കുമായിരുന്നു? അതായത് കുട്ടി ഇങ്ങനെ പാലം കയറി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിടിച്ച് നിർത്തിയാണ് കുട്ടീനെ അവിടെ. മോളെ അവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പിടിച്ച് നിർത്തി കുടിച്ചിന്. കൂടെ ആരുണ്ടായിരുന്നു? കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരൻ അവിടെ ബൈക്ക് അവിടെ നിർത്തി, അങ്ങനെയാണ് പിടിച്ച് നിർത്തി ഞാൻ. ജോർജ് ആ സമയത്ത് ജോലി കഴിഞ്ഞ് വരുമായിരുന്നോ? ഇല്ല, ഞങ്ങൾ എറണാകുളത്ത് വേറെ ആവശ്യത്തിന് വേണ്ടി പോയാണ്. ആ സമയത്താണ് ഇത് കാണുന്നത്? ആ സമയത്താണ് ഈ കുട്ടിയെ കാണുന്നത്. അവരോട് കുട്ടിയോട് സംസാരിച്ചോ പിന്നീട്? ഇല്ല, ഇന്നലെ രാത്രി അവർ പോലീസുകാരോട് ശേഷം സംസാരിച്ചിട്ടൊന്നുമില്ല. കുട്ടിയെ കാണണമെന്നുണ്ട്. എന്തായാലും ജോർജിൻ്റെ സമയോചിതമായ ഒരു ഇടപെടലാണ്. കാര്യം മറ്റൊരാവശ്യത്തിന് വേണ്ടി എറണാകുളത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്ത, ഇങ്ങനെ കുട്ടിയെ തെരച്ചിൽ സംബന്ധിച്ച വാർത്തകളൊക്കെ ഉണ്ട്. അത് മനസ്സിലുണ്ടായിരിക്കുക. മറ്റൊരാവശ്യത്തിന് വേണ്ടി എറണാകുളത്ത് പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ കുട്ടിയെ കാണുകയും ഉടനെ ഈ വിവരം അറിയിക്കുകയും പോലീസും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും ഒക്കെ എത്തി പിന്നീട് ആശ്വാസത്തിൻ്റെ വാർത്തകൾ ഉണ്ടാകുന്നതും. ക്യാമറ പേഴ്സൺ സച്ചിൻ സജിക്കൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ 1, കൊച്ചി.